പ്രിയപ്പെട്ടവരെ, കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചു. സെക്കൻഡ് അലോട്ട്മെന്റ് ഫലം എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകമായും ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലൈവായി തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായി കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സെക്കൻഡ് അലോട്ട്മെന്റ് ഫലം ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം അലോട്ട്മെന്റ് ഫലം എങ്ങനെയാണ് ചെക്ക് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഭിച്ച ഒരു കൺഗ്രാജുലേഷൻ മെസ്സേജും അഥവാ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിച്ചിട്ടില്ല എന്നുള്ള മെസ്സേജും വിദ്യാർത്ഥികൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രത്യേകമായും സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് SC/ST കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 770 രൂപയും SC/BC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 830 രൂപയുമാണ്. ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെന്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ട ടാബ് ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല. നാളെ 11 മണി മുതലാണ് അത്തരത്തിലുള്ള ടാബ് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാകുക. അത്തരം വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ മറ്റൊരു അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. നേരത്തെ അടിച്ചാൽ മതിയാകും. അലോട്ട്മെന്റ് പ്രക്രിയയിൽ ഒരു പ്രാവശ്യം മാത്രം വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടച്ചാൽ മതിയാകും. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇത്തരം മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കുന്നതോടുകൂടി അവർക്ക് അതിന്റെ റിസീപ്റ്റ് കിട്ടും. അപ്പോൾ പേയ്മെന്റ് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് സക്സസ് ആണോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ള സ്റ്റെപ്പുകളിലേക്ക് പോവുക. അതുപോലെ തന്നെ പേയ്മെന്റ് വിവരങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യുകയും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. എങ്കിൽ പോലും നിങ്ങളൊന്ന് അത് വെരിഫൈ ചെയ്യുക പേയ്മെന്റ് നടപടികൾ സക്സസ് ആണോ എന്നുള്ളത്. അതിനുശേഷം അതിന്റെ പ്രിന്റ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മൾക്ക് അഡ്മിഷന്റെ സമയത്ത് ആവശ്യമുള്ള പ്രധാനപ്പെട്ട രേഖകളിൽ ഒരു രേഖയാണ് ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ചവരെ കുറിച്ച് പറയാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കേണ്ടതില്ല. പക്ഷെ അവർക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണമെങ്കിൽ അത്തരം ഹയർ ഓപ്ഷനുകൾ അവിടെ നിലനിർത്താം. അതല്ല അതിൽ ചില ഹയർ ഓപ്ഷനുകൾ അവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ അതായത് മൂന്നാമത്തെ അലോട്ട്മെന്റ് ഈ പറയുന്ന രീതിയിൽ 20-ാം തീയതി വരും. അപ്പോൾ അതിൽ 20-ാം തീയതിയിൽ വരും. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് ആ അലോട്ട്മെന്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണ്ടെങ്കിൽ അത്തരം ഹയർ ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യമായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ പറയുന്ന പ്രോസസ് ഒക്കെ 19/9/2021 5 മണിക്കകം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അവരുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുവാനുള്ള അവസരമുണ്ട്. അത്തരം നടപടികളും ഈ പറയുന്ന 19/9/2021 5 മണിക്കുള്ളിൽ ചെയ്യുക. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന 19/9/2021 5 മണിക്കകം തന്നെ വിദ്യാർത്ഥികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ മറ്റൊരു അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുവാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ നേരത്തെ അലോട്ട്മെന്റ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ചേഞ്ച് ആയിട്ടുള്ള എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ അടുത്ത അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാത്ത സാഹചര്യത്തിൽ അത്തരം ഹയർ ഓപ്ഷനുകൾ പിന്നീട് വരുന്ന മൂന്നാം അലോട്ട്മെന്റിൽ പരിഗണിക്കുകയും അതിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ഓപ്ഷനുകൾ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ പരിഗണിക്കാത്ത ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഹയർ ഓപ്ഷനുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ക്യാൻസൽ ചെയ്യാത്ത പക്ഷം അവ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ടി വരുന്നതുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നാളെ 11 മണിക്ക് ശേഷം ഫീസ് അടച്ചതിന് ശേഷം മാത്രം അത്തരം ക്യാൻസൽ ഹയർ ഓപ്ഷൻ എന്നുള്ള ടാബ് ആക്റ്റീവ് ആവുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു.
ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മറ്റൊന്നും അവർക്ക് ചെയ്യുവാനില്ല. 20-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെന്റ് ഫലം ഇപ്പോൾ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലോട്ട്മെന്റുകൾ 4 അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മതിയാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. പറയാനുള്ള കാരണം പല വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയുന്നു, 4-ാമത്തെ അലോട്ട്മെന്റിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അവരുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചാൽ മതിയാകും. അതുവരെ നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് വ്യൂ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങളുടെ ലോഗിനിൽ കയറിയിട്ട് ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ആ അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മെസ്സേജ് വരുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് വരിക. ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടാബുകളുണ്ട്. അലോട്ട്മെന്റ്, കംപ്ലീറ്റഡ് പ്രൊഫൈൽ, ഫീ റിസീപ്റ്റ്, നിങ്ങളുടെ റെക്കഗ്നേഷൻ ഫീസ് അല്ലെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന്റെ റിസീപ്റ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കംപ്ലീറ്റഡ് പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കാണാം, കൺഗ്രാജുലേഷൻസ് യു ഗോട്ട് ആൻ അലോട്ട്മെന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ താഴെ ഏത് കോഴ്സിനാണ് അലോട്ട്മെന്റ് ലഭിച്ചത്, ഏത് കോളേജിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്നുള്ള തരത്തിലാണ് മെസ്സേജുകൾ വരുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥികൾ നാളെ 11 മണിയോടുകൂടി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഒരു പേയ്മെന്റ് വിൻഡോ കൂടി ആക്റ്റീവ് ആകുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക. നാളെ 11 മണിയോടുകൂടി ഇവിടെ ഒരു പുതിയൊരു ടാബ് ആക്റ്റീവ് ആവുന്നതായിരിക്കും. പേയ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതും പിന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഇവിടെ വീണ്ടും ഒരു ടാബ് വരും, ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്നുള്ളത്. അവിടെ അവർക്ക് ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അലോട്ട്മെന്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് വരിക. സോറി, യു ആർ നോട്ട് അലോട്ടഡ് സീറ്റ് ഇൻ ദിസ് അലോട്ട്മെന്റ്. ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ, അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കാണും. അപ്പോൾ ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 1-ാമത്തെ അലോട്ട്മെന്റിലും സീറ്റ് ലഭിച്ചിട്ടില്ല, 2-ാമത്തെ അലോട്ട്മെന്റിലും സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് ടാബുകൾ ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. ഫീസ് അടയ്ക്കേണ്ടതില്ല. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. ഇനി നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് മാറാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥിക്ക് വരുന്ന മെസ്സേജ് ഇത്തരത്തിലാണ്: നോ ചേഞ്ച് ഇൻ പ്രീവിയസ്ലി അലോട്ടഡ് കോളേജ് കോഴ്സ്, യു ആർ അലോട്ടഡ് ഈസ് പ്രൊവിഷണലി കൺഫേംഡ്. നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് തന്നെയാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മെസ്സേജ് കാണുന്നത്. നേരത്തെ ലഭിച്ച കോളേജിന്റെ കോഴ്സും അതുപോലെ തന്നെ ഏതാണ് കോളേജ് എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. നേരത്തെ അടച്ച ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണുന്നതുമായിരിക്കും. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാൻസൽ ഹയർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയ അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആ ലഭിച്ച കോളേജും കോഴ്സുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെന്റ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജും കാണും. അതുപോലെ തന്നെ പുതിയ കോളേജും കോഴ്സുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തായിട്ട് വരുന്നത്. അത്തരം വിദ്യാർത്ഥികൾ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു, അലോട്ട്മെന്റ് പ്രക്രിയയിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ മാത്രം യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടച്ചാൽ മതിയാകും. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യുക. അലോട്ട്മെന്റ് ആദ്യമായിട്ട് ലഭിച്ചതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അത് നാളെ 11 മണി മുതൽ നിങ്ങളുടെ ലോഗിനിൽ തന്നെ ആക്റ്റീവ് ആവുന്ന മുറയ്ക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേയ്മെന്റ് നടപടികൾ പൂർത്തീകരിക്കുക. അതിന്റെ പ്രിന്റ് എടുത്തു വെക്കുക. നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ പുതിയ അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. നേരത്തെ അവർ അടച്ചതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ പുതിയ അലോട്ട്മെന്റ് ലഭിക്കാത്ത നേരത്തെ അലോട്ട്മെന്റ് തന്നെയാണ് ഉള്ളതെങ്കിൽ അത്തരം വിദ്യാർത്ഥികളും ഫീസ് വീണ്ടും അടയ്ക്കേണ്ടതില്ല. അത്തരം വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യുക. 4-ാമത്തെ അലോട്ട്മെന്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ
വലിയ രീതിയിലുള്ള സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയും മെയിനായി തന്നെ 2 അലോട്ട്മെന്റുകൾ ബാക്കിയുണ്ട്. 3ാം അലോട്ട്മെന്റും 4ാം അലോട്ട്മെന്റും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ 5ാമത്തെ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷവും ഒഴിവുള്ള സീറ്റുകളിലേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള സങ്കടത്തിലേക്ക് പോകേണ്ടതില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്പോട്ട് അഡ്മിഷനുമായി എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയമാവുന്നതിന് മുറയ്ക്ക് അല്ലെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വെക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ അഡ്മിഷൻ നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.